ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വ്ളോഗിലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ എമിഗ്രേഷൻ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്ന വീഡിയോസ് ചെയ്ത് അടുത്ത് പണ്ടാരം തുടങ്ങി. ബിക്കോസ് ഇവിടെ വന്നേക്കുന്ന ഇനിയുള്ളവർക്കൊന്നും PR കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അവരുടെ കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 547, 539 ഒക്കെയാണ്. അത് 500, 400 പേരെയൊക്കെ എടുക്കുന്നത്. എനിക്കറിയത്തില്ല എങ്ങനെ പോയിൻറ്റ്സ് മീറ്റ് ചെയ്യണമെന്ന്. ഇത് മീറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും കഴിവുള്ളവർക്ക്. എന്നെപ്പോലുള്ള സാധാരണക്കാരൻ ഇതൊക്കെ ഇമ്പോസിബിൾ ആയിരിക്കാം മേ ബി. അത് സോ ഞാൻ എമിഗ്രേഷൻ വീഡിയോസൊക്കെ ചെയ്ത് മടുത്ത്. പിന്നെ അവസാനത്തെ എമിഗ്രേഷൻ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് മില്ലർ റീസെൻ്റ്ലി അനൗൺസ് ചെയ്തു LMI എടുക്കുമ്പോൾ കിട്ടുന്ന 50 പോയിൻറ്റ്സ്, എക്സ്പ്രസ് എൻട്രിക്ക് യൂസ് ചെയ്യാൻ വരുന്ന 50 പോയിൻറ്റ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അണ്ടർ ദ ടേബിൾ സ്കാംസൊക്കെ ഒഴിവാക്കാൻ പറ്റും. സോ ഇമിഗ്രേഷൻ സിസ്റ്റത്തിൽ കുറച്ചുകൂടിയൊക്കെ ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ പറ്റും എന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദാറ്റ്. പുള്ളി ചെയ്യുമായിരിക്കും. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ വീഡിയോ. നമ്മൾ ഇനി ബാക്ക് ടു ലൈഫ് സ്റ്റൈൽ വീഡിയോ. ഐ ഡോണ്ട് വാണ്ട് ടു ഡു എനി കൈൻഡ് ഓഫ് ഷിറ്റ് ലൈക്ക് എമിഗ്രേഷൻ വീഡിയോസ്. ബിക്കോസ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് തന്നെ ലൈഫ് സ്റ്റൈൽ വീഡിയോ ചെയ്യാനാണ്. പക്ഷേ എന്ത് ചാനൽ തുടങ്ങി അന്ന് മുതൽ എനിക്ക് ലൈഫ് സ്റ്റൈൽ ഇല്ല, സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് കേൾക്കണം. കാര്യം ഞാൻ എന്ന് ഈ ചാനൽ തുടങ്ങി അന്ന് മുതൽ എനിക്ക് ലൈഫ് സ്റ്റൈൽ ഇവൻറ്റ്സ് ഒന്നും ഇല്ല ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ജോലി ചെയ്യുക, കീപ് ഡൂയിങ് ജോബ്. സോ ഐ ആം ഡൺ വിത്ത് ദാറ്റ്. ഞാനപ്പോൾ ഇനി മുതൽ എനിക്കിഷ്ടം ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചെയ്യാൻ. സോ ഇന്നത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് എന്ന് പറയുന്നത് നമ്മളൊരു പിക്കപ്പിന് വന്നു. ആ പിക്കപ്പിനെ പറ്റിയുള്ള കാര്യങ്ങളായിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് അവർ ട്രക്ക്, ജെയിംസ് ട്രാൻസ്പോർട്ട്. എൻ്റെ മുതലാളിയുടെ സ്വന്തം കമ്പനിയാണ്. മുതലാളി വലിയ പണക്കാരാണ്. അവരുടെ സ്വന്തമായിട്ട് പല പല വണ്ടികൾ, പല പല ട്രെയിലർ, ട്രക്ക്. സോ ഇതാണ് നമ്മൾ വന്നേക്കുന്ന കമ്പനി. ഇതൊരു വലിയ കമ്പനിയാണ്. ഈ കമ്പനിയുടെ പേര് ഒണ്ടാരിയോ സംതിങ് ലൈക്ക് ദാറ്റ്. പക്ഷേ ഈ കമ്പനി വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് കമ്പനീസ് ഇൻ ഒണ്ടാരിയോ. ടൊറൻറ്റോയുടെ ബിൽഡിംഗ് ഉണ്ട്. ടൊറൻറ്റോ ഒരു ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടുന്ന് ലോഡ് എടുത്തിട്ട് ലണ്ടൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോവുക. ദാറ്റ്സ് മൈ ജോബ് ടുഡേ. സോ ബാക്കി വീഡിയോ വിശേഷങ്ങളെല്ലാം നോക്കാം. ദിസ് ഈസ് മൈ ട്രക്ക് ആൻഡ് പൊളി സാധനമാണ് കേട്ടോ. അത് ഫ്രൈലാൻഡർ കസ്കാഡിയ 2016 മോഡലെന്നാണ്. പക്ഷെ പൊട്ട കുതിരയാണ്, പറന്നു കഴിയും. ഇവിടെ വന്നിട്ട് കുറച്ച് നേരമായി. 10 മണിക്കായിരുന്നു പിക്കപ്പിന് അപ്പോയിൻമെൻറ്റ് പറയുന്നത്. ഞാൻ പിന്നെ അതുപോലെ എവിടെ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വള്ളി പിടിക്കാൻ നിൽക്കാതെ ഞാൻ നേരത്തെ പോകും. 8:50 ആയപ്പോഴേ ഞാൻ ഇവിടെ. പക്ഷേ സംഭവം വന്ന് ലോഡ് ചെയ്ത് തീർന്നില്ലെന്ന് അറിയത്തില്ല. നോക്കട്ടെ. അത് ആക്ച്വലി നമ്മുടെ ലോഡ് മാനേജ് ചെയ്യുന്നത് ജൂലിയസ് എന്ന് പറഞ്ഞ ഒരാളാണ്. സോ അകത്ത് കയറി ഞാൻ അവനോട് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞ് ഇനി അരമണിക്കൂർ കൂടി എടുക്കും. ആകെ 3-4 സ്കിഡ് കണ്ട് അതിനകത്ത് കയറിയിടും. എൻ്റെ വണ്ടി എന്ന് പറഞ്ഞാൽ മുതലാളിയുടെ പൊളി വണ്ടിയാണ്. നമ്മുടെ സെറ്റപ്പാണ്. പൊളി സാധനമാണ് വൈ പൊട്ട കുതിര. പിന്നെ ഇത് നമ്മുടെ സേഫ്റ്റി ഷൂ, കുറച്ച് വെള്ളം എപ്പോഴും ഞാൻ കരുതിയിരിക്കും. ഇത് നമ്മുടെ പാട്ട് പെട്ടി, ബാഗ്, വെള്ളം, ഷേക്കർ, ഇതൊക്കെ ബോണിച്ചായൻ്റെ. ഇന്ന് ആക്ച്വലി നമ്മുടെ ട്രിപ്പല്ല, നമ്മൾ US പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ചില സാങ്കേതിക തകരാറുകൾ മൂലം ഈ ആഴ്ച പോകാൻ പറ്റില്ല. അപ്പോൾ ബോണിച്ചായനൊന്ന് ലീവാകും. ഇദ്ദേഹമാണ് ബോണി ബേബി. നമ്മൾ ബോണിച്ചായൻ എന്ന് വിളിക്കും സ്നേഹമുള്ളൊരു പുള്ളി മനുഷ്യനാണ്. പുള്ളിയുടെ എന്തോ ഇന്ന് പുള്ളി ലീവ് ഇട്ട്, അതുകൊണ്ട് അയാൾ നമ്മളെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ അകത്തൊക്കെ കയറി നോക്കി. പക്ഷേ സമയമെടുക്കും, 1 hour കൂടി എടുക്കും. സോ ഞാൻ ഡിസൈഡ് ചെയ്തു ഒരു ചായ കുടിക്കുന്നു. അപ്പം ചായ കുടിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഞാൻ ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് കാണിച്ചു. ഈ കമ്പനിയുടെ വെളിയിലുള്ള സ്കൈ സ്ക്രാപ്പേഴ്സ്. അങ്ങനെ ഞാൻ അകത്ത് പോയി ജൂലിയസിനടുത്ത് ചോദിച്ചു, ജൂലിയസ് അളിയ ചായ കുടിക്കാൻ ടിമ്മ് ഇവിടെ വല്ലതും ഉണ്ടെന്ന്. അപ്പോൾ അളിയൻ പറഞ്ഞ് ടിമ്മ് പുറത്തിറങ്ങി അപ്പുറത്ത് ഗ്യാസ് സ്റ്റേഷൻ്റെ അടുത്ത് വരെ നടക്കണം. അതിൽ നല്ല ഇതിനകത്തൊരു കോഫി ഷോപ്പുണ്ട്. അവിടെ നല്ല ഫുഡും കിട്ടും, നല്ല ചായയും കിട്ടും. സോ അവിടെ വരെ ഒന്ന് പോയി നോക്കാം. ബൈ, ലെറ്റ്സ് ഗോ. ഒരു പടവണ്ടാന കമ്പനി. ഇത് ആക്ച്വലി പടവണ്ടാന കമ്പനിയാണ്. ഇതിൻ്റെ ഒരറ്റത്തുനിന്ന് അങ്ങനത്തെ മരം ഓട്ടോ പിടിച്ചേ പറ്റും. അതിനകത്തെ കടയിൽ പോയി ഫ്രണ്ട്സ്, ഡിസാസ്ട്രസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാക്ക് കണ്ടുപിടിക്കണമല്ലോ. നാശം
അവിടെ ചില്ലറ പൈസ മാത്രമേ ഉള്ളൂ. ഈ 24-ലൊക്കെ 2024-ലൊക്കെ ആര് കയ്യിൽ കാശ് കൊണ്ട് നടക്കാനാണ്? ഫുള്ള് ഫോണും വാച്ചിനകത്ത് ടാപ്പ് ചെയ്ത് ജീവിക്കുന്ന സാധാരണക്കാർക്ക് എങ്ങനെ പറ്റും കാഴ്ചത്? ഞാൻ പിന്നെ അതിനപ്പുറത്തൊരു ഡോറുണ്ടായിരുന്നു. ആ ഡോർ തുറന്നപ്പം ഇല്ല കിടന്ന് നീല ഡോറുണ്ട്. ആ നീല ഡോർ തുറന്നപ്പോൾ ഞാൻ ഈ പ്രപഞ്ചത്തിലോട്ട് ഇറങ്ങി. അവിടെ അടുത്താണ് ആ പമ്പ്. ആ പമ്പിൽ പോയി ചായ പിടിക്കാം, എന്നിട്ട് നടന്നു വരാം. പക്ഷെ പുറത്തോട്ടുള്ള വഴി എനിക്ക് കണ്ടിട്ടുണ്ട്. വള്ളി എന്ന് പറഞ്ഞാൽ വള്ളി തന്നെ കേട്ടോ. ഞാൻ വിചാരിച്ചു ഈ പടിക്കകത്തൂടെ കയറി പുറത്തിറങ്ങാന്ന്. പക്ഷെ ഇവിടെ എല്ലാം കമ്പേരി ഇട്ടോ ചെക്കും. എന്നിട്ട് ഞാൻ പിന്നെ ഒരു അമ്മച്ചിയെടുത്ത് ചോദിച്ചു വെളിയിൽ പോകുന്ന വഴിയൊക്കെ. അമ്മ ചോറിന് നേരെ പോയിട്ട് ലെഫ്റ്റ് അടിച്ച് റൈറ്റ് അടിച്ച് ഇറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നേരെ പോയി നോക്കാം. ഇവിടെ തണുപ്പുണ്ട്. ഇതാണ് നമ്മുടെ മുതലാളി. ആ വണ്ടിക്കകത്തിരിക്കുന്നത്. മുതലാളിക്കും ലോഡ് വിടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രാവിലത്തെ ഡ്രോപ്പും ഡെലിവറി എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ ഡ്രോപ്പും ഡെലിവറി എല്ലാം കഴിഞ്ഞു. അങ്ങനെ നാളത്തെ ഡ്രോപ്പും ഡെലിവറി എല്ലാം അസൈൻഡായി. സോ അത് കഴിഞ്ഞ് നമ്മൾ വന്നു. വ്ലോഗ് ഡേ 2. ഒന്നും പറയണ്ട. ഇന്നലത്തെ പിക്കപ്പ് എടുത്ത് കൊണ്ടുപോയി ഡെലിവറി അടിച്ചതിന് ശേഷം പിന്നെ ഇന്ന് രാവിലെ ഓട്ടോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ വീട്ടിൽ പോയില്ല, ട്രക്കിൽ തന്നെ കിടന്നു. അങ്ങനെ വെളുപ്പിന് 5 മണിക്ക് പിക്കപ്പ്, ഒരു 4 hour ഡ്രൈവ്. അപ്പൊ പിന്നെ ഞാൻ 5 മണിക്ക് വീട്ടിൽ നിന്ന് ലണ്ടനിൽ പോവാന്ന് പറഞ്ഞാൽ 2-3 മണിക്കൂർ പിന്നെ മെനക്കെടാം. അപ്പൊ ഞാൻ 3 മണിക്ക് 2 മണിക്ക് എഴുന്നേക്കും. ട്രക്കിൽ തന്നെ കിടന്നു. അവിടുന്ന് ലോഡ് എടുത്ത് വന്ന് മൊഷാവ എന്ന് പറഞ്ഞ സ്ഥലത്ത്. മൊഷാവിൽ വന്നപ്പോ ഞാനിവിടെ വന്ന് എങ്ങനെ എന്ത് കഴിക്കും, എങ്ങനെ ചായ കുടിക്കും എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അടുത്തൊരു വാൾമാർട്ട് ഉണ്ട്. വാൾമാർട്ടിന്റെ അടുത്തൊരു ടിമ്മുണ്ട്. അപ്പൊ ഞാൻ നേരെ ടിമ്മിൽ പോകാൻ വിചാരിച്ചു. അവിടെ ഒരു ചായ കുടിച്ച് സെറ്റാക്കാം. അങ്ങനെ ടിമ്മിനകത്ത് കയറി ചായ എടുത്ത് നൈസൊരു ഫ്രണ്ട്. ഇവിടെ നിൽക്കുന്നവരൊക്കെ ശ്രീലങ്കൻസ്. അപ്പോൾ അവർ നല്ല വെൽക്കമിങ് ആയിരുന്നു. സ്ഥലം മാറിയപ്പം കണ്ടോ റാപ്പിൻ്റെ വലിപ്പം കൂടി. കിച്ചണ്ടറിലാണെങ്കിൽ ഇതിൻ്റെ പകുതി തരും. എന്തായാലും അങ്ങനെ നമ്മുടെ 2 ദിവസത്തെ നീണ്ട കാനഡ ഡൊമസ്റ്റിക് ട്രിപ്പ് കഴിയാറായിരിക്കുന്നു. നമ്മളെ ഏറെക്കുറെ നമ്മുടെ യാർഡിലോട്ട് തിരിച്ചെത്തുന്നു. ട്രക്ക് തിരിച്ച് ഡ്രോപ്പ് ചെയ്യാൻ, ട്രെയിലറിന് തിരിച്ച് ഡ്രോപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് എന്റെ വണ്ടി എടുത്ത് എനിക്ക് വീട്ടിൽ പോകാം. ഒരുപാട് വള്ളിക്കെട്ടുകൾക്കിടയിൽ നിന്ന് ഇന്നത്തെ ഡെലിവറിയും കഴിഞ്ഞ് ട്രക്ക് ക്ലീൻ ചെയ്ത് നമ്മൾ സ്റ്റോക്കിന് നമ്മുടെ യാർഡിലേക്ക് നമ്മൾ അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇന്നത്തെ ഈ വീട് ഇവിടെ വൈൻഡപ്പ് ചെയ്ത് ഇതെല്ലാം കൂടി ഞാൻ എഡിറ്റ് ചെയ്ത് പല എല്ലാം കുറച്ച് പാട്ടൊക്കെ ഇട്ട് പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം. നമ്മള് യാർഡിലെത്തി. ഇത് യാർഡാണ്. ഈ യാർഡിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ എവിടെയെല്ലാം ട്രെയിലർ ഒതുക്കിയിട്ട് പോവാം. ഇതാണ് ഗായ്സ് നമ്മുടെ പുതിയ യാർഡ്. മൊത്തം മുതലാളിയുടെ ആന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? ഈ മുതലാളിയുടെ കിടക്കുന്നതൊക്കെ ബാക്കിയുള്ളൂ. ഫൈനലി ട്രെയിലറൊക്കെ പാർക്ക് ചെയ്തു, ലാൻഡിങ് ഗിയറൊക്കെ തത്തു. നമ്മളെല്ലാം മേക്ക് ഷുവർ ചെയ്യുന്നു സേഫ് ആണോ. എന്നിട്ട് സാധനങ്ങളൊക്കെ വാരി വണ്ടിക്കകത്ത് വെച്ചു. ഇനി വണ്ടി കയറുന്നു, പോകുന്നു.